കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടു കാണും, അജ്മൽ എന്നൊരുത്തനും ശ്രീകുട്ടി എന്നുള്ളൊരു യുവ ഡോക്ടറും കൂടെ സഞ്ചരിച്ചൊരു കാറ് ഒരു സ്കൂട്ടറിലിടിക്കുകയും ആ സ്കൂട്ടറും ആ സ്ത്രീകളും അവിടെ റോഡിൽ വീഴുകയും ചെയ്തു. അതിനുശേഷം ഇവർ വീണ് കിടക്കുന്ന ഒരു സ്ത്രീയുടെ മേലെ കാർ ഓടിച്ചുകൊണ്ടുകൊണ്ട് ആ സ്ത്രീ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഈ വണ്ടിയിലുണ്ടായിരുന്ന 2 പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി ഓടിച്ചിരുന്നത് അജ്മൽ എന്ന് പറയുന്ന പയ്യനായിരുന്നു. ഈ അജ്മലിൻ്റെ പേരിൽ ലഹരിക്കടത്ത്, അതുപോലെ ചന്ദനക്കടത്ത് തുടങ്ങിയ 7ഓളം കേസ് ഓൾറെഡി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ വണ്ടിയിലുണ്ടായിരുന്ന ശ്രീകുട്ടി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു MBBS ഡോക്ടറും കൂടെയാണ്. ഈ MBBS എന്ന് മാറ്റിയിട്ട് MDMA എന്നാക്കുന്നതായിരിക്കും ഇപ്പോൾ കൂടുതൽ ഉചിതം. കാരണം ഒരു ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ അവരുടെ നിർബന്ധത്തിലേക്കാണ് തോന്നുന്നു ഈ വണ്ടി ഈ പയ്യൻ എടുത്തു പോയിട്ടുള്ളത്. ജീവൻ രക്ഷിക്കേണ്ടതിന് പകരം ഒരു ജീവൻ എടുക്കാനുള്ള കാരണമായി എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടം തോന്നുന്ന കാര്യമാണ്. ഈ ഡോക്ടറിന് ഓൾറെഡി ഇപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊന്നും MBBS എന്നുള്ള പദവി തന്നെ എടുത്തു മാറ്റണം എന്നുള്ളതാണ്. എന്നിട്ട് MDMA എന്നൊക്കെ ഉള്ള പദവി എന്തെങ്കിലും കൊടുത്ത് അതായിരിക്കും കൂടുതൽ യോജിക്കുന്നത്. അജ്മൽ മദ്യപിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ഇയാൾ എന്നതും ഏറെ പ്രധാനമാണ്. ഇന്നലെയാണ് അജ്മൽ ഓടിച്ച കാറിടിച്ച് മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോൾ മരിച്ചത്. റോഡിൽ തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി അജ്മലും ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറും രക്ഷപ്പെടുകയായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഓരോ ദിവസവും ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇടിച്ചാൽ നിർത്താതെ പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തെറ്റാണ്. അതിൽ കൂടുതലുള്ള പ്രശ്നം ഇവിടെ വണ്ടി ഓടിച്ചിട്ട് അവിടെ വീണ് കിടന്ന ആളുടെ മേൽ കൂടെ മനഃപൂർവ്വം ഒരു വണ്ടി കയറ്റിപ്പോയി എന്നുള്ളതാണ്. ഇപ്പോൾ 2 പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ചിട്ട് പഞ്ഞിക്കിടുന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് പോകാൻ തോന്നിയത്. പക്ഷേ മദ്യത്തിൻ്റെ ലഹരിയിലായതുകൊണ്ടാണ് അവർക്ക് ആ വെപ്രാളത്തിൽ അങ്ങനെ തോന്നലുണ്ടായത്. അവരുടെ ആ മദ്യത്തിൻ്റെ ആ ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടത്, ഈ മരിച്ച സ്ത്രീക്കും ജീവിതം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവരുടെ ജീവിതം ഇപ്പോൾ ഭയങ്കര കുട്ടിച്ചോറായി പോയിട്ടുണ്ടാകും. ഈ ഡോക്ടറായിട്ടുള്ള കുട്ടിയുടെയും ഈ ചെങ്ങായിൻ്റെ ഒക്കെ ജീവിതം ഇപ്പോൾ താറുമാറായിട്ടുണ്ട്. കാരണം ഒരു ആക്സിഡൻ്റ് ആയിട്ട് നോർമലി ഇപ്പോൾ അവിടെ വണ്ടി നിർത്തിയെങ്കിൽ ചിലപ്പോൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് വരുമായിരിക്കും. അത് സിമ്പിളായിട്ട് ഒത്തുതീർപ്പാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പകരം ഈ ഡോക്ടറായിട്ടുള്ള അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ പോയി. അതുപോലെ തന്നെ ഇവനും ഇപ്പം ഈ കേസും കാര്യങ്ങളും ഈ മനഃപൂർവ്വമല്ലാത്ത നരകത്തേക്ക് കൊലപാതകത്തിന് തന്നെയുള്ള കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ ഇവരുടെ ജീവിതം അങ്ങനെ കോടതി പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് തീർന്നോളും. ഇതിലിപ്പോൾ കോമഡി അതല്ല, കേസ് ഇപ്പോൾ പുതിയ വഴിത്തിരിവിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ പറയുന്നുണ്ട് ഇവൻ തൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണവും 8 ലക്ഷം രൂപയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഈ പെണ്ണ് പറയും ഇവനെ അവളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. കൊല്ലത്ത് യുവതിയെ കാർ ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കെതിരെ കൂടുതൽ അന്വേഷണം. പ്രതികളുടെ ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അജ്മൽ പണവും സ്വർണവും അടക്കം 8 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് കൂട്ടുപ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി നൽകി. ഇതിപ്പോൾ ഈ ന്യൂസ് കേട്ടാൽ തോന്നും യുവ ഡോക്ടറുടെ 8 ലക്ഷം രൂപ തട്ടിയ യുവാവ് അറസ്റ്റിലായതെന്ന്. ഈ കേസിനാണ് ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തതെന്ന് തോന്നും. സംഭവം പഞ്ഞ് എന്തായാലും ഇവള് എല്ലാ കേസും കൂടെ ഇവൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കും. അവൾക്ക് നൈസായിട്ട് ഊരിപ്പോരാനുള്ള വകുപ്പ് അവളുടെ വക്കീലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇവൻ്റെ കാര്യം ഏതായാലും ഇനി കട്ടപ്പോകയായിരിക്കും. എന്തായാലും ഇതിൽ പ്രേരണാ കുറ്റം എന്ന് പറയുന്നത് വലിയൊരു കുറ്റം തന്നെയാണ്. ഇവനോട് വണ്ടി എടുത്ത് പോകാൻ എന്തായാലും ഇവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഒരു ഡോക്ടർ മദ്യപിച്ചിട്ട് ഇങ്ങനെ ഒരു അപകടത്തിൽ വന്ന് പിടിച്ചാൽ അതിൻ്റെ പ്രശ്നം കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ബാധിക്കുന്നുള്ള നല്ല ഓർമ്മ ഉണ്ടാവും. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടാവും, നിർത്താതെ പോകാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇവർ വണ്ടി നിർത്താതെ പോയിട്ട് പിന്നെ വേറൊരു വണ്ടിയിൽ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ ഭയങ്കര അപകടമായ രീതിയിലാണ് ഇവർ പിന്നെ അവിടുന്ന് പോയപ്പോൾ വണ്ടി എടുത്ത് പോയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ആകെ 2 മാസത്തെ പരിചയമുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ 2 മാസത്തെ പരിചയത്തിനുള്ള ഇവളെന്തിനാണ് 8 ലക്ഷം രൂപ എടുത്ത് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ ഇനി പീഡിപ്പിച്ചു എന്നുള്ള കേസും കൂടി ഇവൻ്റെ തലയിൽ വരാൻ പോകുന്നുണ്ടാവും. അവൻ്റെ പേരിൽ പിന്നെ അതല്ല, അതിൽ മേലെ വല്ല കേസുണ്ടെങ്കിൽ അതും കൂടെ വന്നാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഗ്യാപ്പിലൂടെ ഇവർ രക്ഷപ്പെട്ടു പോകരുത് എന്നുള്ളതുള്ളൂ നമ്മുടെ ആവശ്യം. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മദ്യപിക്കാതെ ഇരിക്കുക എന്നൊക്കെയുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഇഷ്ടമുള്ളവർ മദ്യപിച്ചോളൂ. പക്ഷേ മദ്യപിച്ചിട്ട് വെറുതെ വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. അങ്ങനെ വണ്ടി ഓടിച്ചാൽ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും, വേറെ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കപ്പെടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ